സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയനാദം. സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ പുതിയ ദിവസം ദൈവം നമുക്ക് അനുഗ്രഹമാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. 16-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. എപ്പോഴും കർത്താവിനെ നമ്മുടെ മുൻപിൽ വെച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ധൈര്യത്തോടെ ജീവിക്കുവാനിടയാകുന്നത്. മുമ്പിൽ വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ദൃഷ്ടിയുടെ മുൻപാകെ നാം ഏതൊരു കാര്യം സൂക്ഷിക്കുന്നുവോ അതെപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ കർത്താവിനെ എപ്പോഴും നമുക്ക് കാണുവാനിടയാകുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു സമയത്തും നാം ആദ്യമായി നോക്കുന്നത് കർത്താവിനെയാണ്. ഒരുപക്ഷെ നാം അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുടെ മുൻപാകെ നാം ആദ്യം കാണുന്നത് പ്രശ്നങ്ങളുടെ മീതെ നിൽക്കുന്ന കർത്താവിനെയാണ്. അതുകൊണ്ട് ഏതൊരു പ്രതിസന്ധിയുടെ മുൻപാകെ പതറിപ്പോകാതെ ധൈര്യത്തോടെ നിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. അനേക പ്രശ്നങ്ങളുടെ മുൻപാകെ തളർന്ന് താളടിയായി പോകുമ്പോൾ ദൈവമക്കൾ കർത്താവിനെ കണ്ടുകൊണ്ട് ജീവിക്കുന്നതിനാൽ അവർക്ക് ധൈര്യത്തോടെ നിൽക്കുവാൻ സാധിക്കും. കർത്താവിനെ എപ്പോഴും മുൻപിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒന്നിൻ്റെ മുൻപാകെ പതറിപ്പോകേണ്ട ആവശ്യമില്ല. കാരണം നാം യാചിക്കുന്നതിന് മുൻപേ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ ഇന്നതെന്ന് അറിയുന്ന ഒരു സ്വർഗീയ പിതാവ് നമ്മുടെ മുൻപാകെ എല്ലാ സമയത്തും ഉള്ളതുകൊണ്ട് അവിടുന്ന് നമ്മുടെ ആവശ്യങ്ങളെല്ലാം അതാത് സമയത്ത് നിറവേറ്റിത്തരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല എന്നെഴുതിയിരിക്കുന്നത് ഇതുകൊണ്ടാണ്. പലപ്പോഴും നമ്മുടെ കാലുകൾ വഴുതിപ്പോകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ കാൽ വഴുതാതെ നമ്മെ താങ്ങി നടത്തുന്ന ഒരു കർത്താവ് നമ്മുടെ മുൻപാകെ ഉള്ളപ്പോൾ നാം ഒന്നുകൊണ്ടും പരിഭ്രമിക്കേണ്ടുന്ന ആവശ്യമില്ല. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. എപ്പോഴാണ് ദാവീദ് ഇങ്ങനെ സംസാരിക്കുന്നത്? അതേ സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും, അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കുകയില്ല, അവരുടെ നാമങ്ങളെ എൻ്റെ നാവിന്മേൽ എടുക്കുകയുമില്ല. എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു, നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. അങ്ങനെ ഏക സത്യദൈവമായ യഹോവയായ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്തെ പ്രഖ്യാപനം ചെയ്തതിന് ശേഷമാണ് ദാവീദ് പറയുന്നത്, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. യഹോവയായ ദൈവത്തെ എപ്പോഴും മുൻപിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിക്കാണ് ജീവിത പ്രതിസന്ധികളുടെ മുൻപാകെ കുലുക്കമില്ലാതെ ജീവിക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെ യഹോവയെ എല്ലാ സമയത്തും മുൻപിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 11-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്: ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. ജീവന്റെ വഴി കർത്താവ് കാണിച്ചു കൊടുക്കുന്നത് ആർക്കാണ്? യഹോവയെ എപ്പോഴും മുൻപിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിക്കാണ്. എന്താണ് ജീവന്റെ വഴി? ഈ ലോകത്തിൽ ധാരാളം വഴികളുണ്ട്. ദൈവവചനം അതേ സംബന്ധിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴികളത്രേ. ധാരാളം വഴികൾ ഈ ലോകത്തിലുണ്ട്. ആത്മാവിന് മോക്ഷം ലഭിക്കും എന്ന് പറഞ്ഞ് മനുഷ്യരെ സ്വാധീനിക്കുവാൻ ശ്രമിക്കുന്ന ഒരുപാട് വഴികളുണ്ട്. എന്നാൽ യഥാർത്ഥമായി ജീവന്റെ വഴി ആരാണ്? കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. യഹോവയായ ദൈവത്തെ മുൻപിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രം വെളിപ്പെടുന്ന വഴിയാണ് ജീവന്റെ വഴി. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തു മാത്രമാണ് പിതാവാം ദൈവത്തിങ്കലേക്കുള്ള ഏക വഴി.
ആ കർത്താവായ യേശുക്രിസ്തു ഈ താണലോകത്തിലേക്ക് വന്ന് സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തെ തൻ്റെ ശിരസിൽ ഏറ്റെടുത്തുകൊണ്ട് കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി അർപ്പിക്കപ്പെട്ടു. ആ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് യഹോവയായ ദൈവത്തെ എപ്പോഴും മുൻപിൽ വയ്ക്കുവാൻ സാധിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിലൂടെ ആ പിതാവിൻ്റെ അരികിലേക്ക് ചെല്ലുവാൻ സാധിക്കുന്നു. നിത്യത മുഴുവനും കർത്താവിനോട് കൂടെ വാസം ചെയ്യുവാൻ ഇടയായിത്തീർന്നു. താങ്കൾ ഇതുവരെയും ആ അനുഭവത്തിലേക്ക് വന്നിട്ടില്ല എങ്കിൽ വിശ്വാസത്താൽ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. യഹോവയായ ദൈവത്തെ എപ്പോഴും മുൻപിൽ വെച്ച് ക്രിസ്തുയേശുവിലൂടെ ആ പിതാവിൻ്റെ അരികിലേക്ക് ചെന്ന് ദൈവത്തെ ആരാധിക്കുക, മഹത്വപ്പെടുത്തുക. അതിന് ദൈവം നിങ്ങളെ അനുവദിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്. ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടും. തൻ സ്തുതി എപ്പോഴും എന്നാവിന്മേലുണ്ട്. ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടും. തൻ സ്തുതി എപ്പോഴും എന്നാവിന്മേലുണ്ട്.